ഓം സദ്ഗുരുവേ ശരണം. സന്യാസം പുണ്യമാണ്. സന്യാസി പുണ്യാത്മാവാണ്. അനേക ജന്മങ്ങളിലെ ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ നേടിയതാണ് സന്യാസിയുടെ പുണ്യം. ജീവന്റെ പുണ്യഭാഗ്യങ്ങളാണ് യോഗ്യത. അനവധി ജന്മങ്ങളിൽ ത്യാഗജീവിതം നയിച്ച് കർമ്മഗതി ശുദ്ധമായി മനോനില തെളിഞ്ഞ് അറിവ് തെളിഞ്ഞ് ആത്മബോധം കൈവന്ന് സന്യാസത്തിന് യോഗ്യത പ്രാപിച്ച ജീവൻ അവസരം വരുമ്പോൾ സന്യാസിയായി തീരുകയാണ്. അങ്ങനെയുള്ള ജീവനെ തേടി സന്യാസം എത്തുകയാണ്. അതുകൊണ്ടാണ് നദിയുടെ ഉദ്ഭവവും സന്യാസിയുടെ ഉറവിടവും തേടരുത് എന്ന് ജ്ഞാനികൾ പറയുന്നത്. 1984 ഒക്ടോബർ 4 വിജയദശമി നാളിൽ സ്ത്രീ പുരുഷന്മാരടങ്ങിയ 31 പേർക്ക് ഗുരു സന്യാസദീക്ഷ നൽകിക്കൊണ്ട് ആദ്യമായി ശാന്തിഗിരി സന്യാസ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചു. 40ാം സന്യാസദീക്ഷാ വാർഷികത്തോടനുബന്ധിച്ച് നടന്നുവരുന്ന സത്സംഗത്തിന്റെ 6ാം ദിവസമായ ഇന്ന് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായി സമാദരണീയ സ്വാമി അർച്ചിത് ജ്ഞാന തപസ്വിയെ ക്ഷണിക്കുന്നു. ഓം ശ്രീ കരുണാകര ഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. എല്ലാവിധ ദേവപരമ്പരയും എല്ലാവിധ ദേവീ പരമ്പരയും എല്ലാവിധ ഋഷി പരമ്പരയും എല്ലാവിധ ഗുരു പരമ്പരയും സകലതും എൻ്റെ ഗുരുവിൻ്റെ പരമ്പരയെ വന്ന് ലയിച്ചിട്ട് ഈ ഒരു സൗരയൂഥത്തിൻ്റെ കർമ്മശേഷി മൊത്തം ഗുരുവിൻ്റേതായി ശക്തിപ്പെട്ട് സകലത്തിലും പ്രവർത്തിക്കട്ടെ എന്ന് ബ്രഹ്മത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുപാദ വന്ദനത്തിനായി ബ്രഹ്മചാരി സംഘമിത്ര നെസ്സിനെ ക്ഷണിക്കുന്നു. വന്ദനം ഗുരുവന്ദനം തവ പാദ പങ്കജ വന്ദനം. വന്ദനം ഗുരുവന്ദനം തവ പാദ പങ്കജ വന്ദനം. ഇഹലോകവും പരലോകവും ഉലകാകയും നിറയുന്നൊരാ കരുണയാ പൊരുളിന്നു ഞങ്ങളിലേക്കണേ കരുണാമയ. വന്ദനം ഗുരുവന്ദനം തവ പാദ പങ്കജ വന്ദനം തവ പാദ പങ്കജ വന്ദനം. ഗുരുവാണി വായിക്കുന്നതിനായി ബ്രഹ്മചാരിണി ശാന്തിപ്രിയ ആറിനെ ക്ഷണിക്കുന്നു. സദ്ഗുരുവേ ശരണം. കേൾക്കാവോ? കേൾക്കാം. സദ്ഗുരുവേ ശരണം. ഗുരുവാണി. ഇവിടെ ആകെയുള്ളത് പ്രാർത്ഥനയാണ്. അത് ലോകത്തിന്റെ പുനരുദ്ധാരണത്തിനും നിലനിൽപ്പിനും വേണ്ടിയുള്ളതാണ്. നമ്മുടെ മനസ്സിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള ദുഷിപ്പുകൾ ഒഴിഞ്ഞു പോകുന്നതിനും ആ കർമ്മഫലം നമ്മുടെ എല്ലാവരുടെയും വകയായി തീരുന്നതിനും ആദ്യം പ്രാർത്ഥിക്കുക, പിന്നെ പ്രവൃത്തിയിലാക്കുക. ശക്തിയായി പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും ഫലം ഉണ്ടാകും. ഇപ്പോൾ ജനിച്ചിരിക്കുന്ന ഏതെങ്കിലും കുട്ടിയിൽ ലോകത്തിന്റെ പുനരുദ്ധാരണത്തിനുതകുന്ന ഉൽപ്പത്തി ഉണ്ടാകും. ഇവിടെ വിശ്വസിക്കുന്ന അനേകം കുടുംബങ്ങളുണ്ട്. മിക്കവാറും എല്ലാ കുടുംബങ്ങൾക്കും അനുഭവങ്ങളുമുണ്ട്. അങ്ങനെ അനുഭവമുള്ള നിങ്ങൾ വളരെ സൂക്ഷിച്ച് ഇത് കൊണ്ടുപോകണം. സദ്ഗുരുവേശ്വരൻ. ഇന്നീ സത്സംഗത്തിൽ പ്രഭാഷണം നടത്തുന്നത് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളാണ്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പിൻഗാമികളാണെന്ന് വിശ്വസിക്കപ്പെടുന്ന പാണക്കാട് കുടുംബാംഗങ്ങളെ സംസ്ഥാനത്തെ മുസ്ലിം സമുദായത്തിന്റെ നേതാക്കളായി അംഗീകരിക്കപ്പെട്ടിരുന്നു. യമനിൽ നിന്നും മലബാറിലേക്ക് കുടിയേറിയ അറബ് വംശജരാണവർ. പാണക്കാട് കുടുംബത്തിന്റെ തറവാട് വീടായ കൊടപ്പനയ്ക്കൽ വീട്ടിൽ നിരവധി ആളുകൾ എല്ലാ ദിവസവും സന്ദർശിച്ച് ആശ്വാസം തേടുന്നു.
ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കേരള സംസ്ഥാന അധ്യക്ഷനായിരുന്ന പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പുത്രനാണ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ. വിശ്വപ്രസിദ്ധ ഇസ്ലാമിക സർവകലാശാലയായ ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി മലേഷ്യയിൽ നിന്ന് ഇസ്ലാമിക് റിവേർഡ് നോളേജ് ആൻഡ് ഹ്യൂമൻ സയൻസിൽ പഠനം പൂർത്തിയാക്കി. യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷനായ അദ്ദേഹം സാമൂഹ്യ പ്രവർത്തകൻ, രചയിതാവ്, വിദ്യാഭ്യാസ വിചക്ഷണൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനാണ്. 79ാം UN ജനറൽ അസംബ്ലിയുടെ ഭാഗമായ സമ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചറിൽ പങ്കെടുക്കാൻ ന്യൂയോർക്കിലെത്തിയ അദ്ദേഹം അവിടെ നിന്നാണ് ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്നത്. പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. ശാന്തിഗിരി ആശ്രമം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഏറെ ഹൃദയബന്ധമുള്ള ഒരു കേന്ദ്രമാണ്. സ്വാമി ഗുരുരത്നം അവർ വളരെ കാലം മുന്നേ തന്നെ അവിടെ നടത്തുന്ന എല്ലാ പരിപാടികളിലും ഞങ്ങളെ ക്ഷണിക്കാറുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇന്നിവിടെ നടത്തപ്പെടുന്ന സന്യാസവുമായി ബന്ധപ്പെട്ട ചില ചിന്തകള് അത് ഒരുപാട് പ്രമുഖരുടെ അഭിപ്രായങ്ങളും അവരുടെ ആശയങ്ങളും ഒക്കെ സന്നിവേശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ ഓൺലൈൻ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. എന്നെ ക്ഷണിച്ചതിന് സുഹൃത്ത് കിരണിനോടും സഹപ്രവർത്തകരോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഇസ്ലാം പരിശുദ്ധമായ ഒരു മതമാണ്. പരിശുദ്ധമായ ഇസ്ലാമില് ഇത്തരം ഒരു സന്യാസ രീതിയിലുള്ള ഒരു ആരാധനാ രീതി വ്യത്യസ്തമായ രീതിയിലാണ്. കാരണം പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവര് ദൈവത്തിന്റെ ദൂതനായി ഒരു സമൂഹത്തിൽ അയക്കപ്പെടുകയും അവരിലൂടെ ആ ഇസ്ലാമിക തത്വസംഹിതകൾ അവതരിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. അതൊരു കേവലം ഒരു ഗ്രന്ഥമായോ പ്രത്യയശാസ്ത്രമായോ അല്ല, പക്ഷെ അതൊരു ജീവിത ശാസ്ത്രമായിക്കൊണ്ട് ജീവിതത്തിലെ എല്ലാ മേഖലയിലും ഇടപെട്ടുകൊണ്ട് മനുഷ്യ സമൂഹത്തെ ഏറ്റവും ഉത്കൃഷ്ടതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നടത്തപ്പെടുന്ന ഒരു ആശയം എന്ന നിലക്കാണ് ഇസ്ലാമിനെ ലോകത്ത് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അത് ലോക സമൂഹത്തിന് മുഴുവനും വഴികാട്ടിയായിക്കൊണ്ടാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. അത് ഒരുപാട് ചരിത്രങ്ങള്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന മനുഷ്യരുടെ ചരിത്രങ്ങള്, വരാൻ പോകുന്ന കാലങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകള്, ഒരുപാട് സമൂഹത്തിന്റെ ചരിത്രങ്ങൾ, ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഖുർആന് ഒരു അതിന്റെ ആശയസമ്പുഷ്ടമായ രീതിയിൽ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നത് പ്രവാചകർ തങ്ങളവറുകൾ അവരേറ്റവും ആകൃഷ്ടരായ രീതിയിൽ ആ സമൂഹത്തിനിടയിൽ ഏറ്റവും വിശ്വസ്തനായ രീതിയിൽ അൽ അമീൻ എന്ന പേരിലാണ് അവരെ വിളിക്കപ്പെട്ടത്. അൽ അമീനായി വിശ്വസ്തനായി വളർത്തപ്പെടുകയും അവരിലൂടെ ആ സന്ദേശം എത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ അതിലൊക്കെ നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു വലിയ ചിന്ത, ഇസ്ലാമിലേക്ക് ആളെ ബലിഷ്ഠമായി നിങ്ങൾ ബലപ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് അതിലേക്ക് ക്ഷണിക്കരുത് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ഓരോ വാല്യൂസ്, അതായത് പ്രവാചകൻ കാരുണ്യത്തിന്റെ പ്രവാചകനാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിന് അനുഗ്രഹീതമായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ കാണുന്ന പ്രവാചകൻ ഇടപെട്ട ഓരോ മേഖലകള്, ഒരിക്കല് ഒരു പെരുന്നാൾ ദിവസം, എല്ലാവരും സന്തോഷിക്കേണ്ട ദിവസമാണ് പെരുന്നാൾ ദിവസം. ആ പെരുന്നാൾ ദിവസം കഴിഞ്ഞ്, പെരുന്നാൾ ദിവസം അതിന്റെ പ്രാർത്ഥന, രാവിലെ നമസ്കാരം കഴിഞ്ഞ് പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് നടന്നു പോവുകയാണ്.
ആ സമയത്ത് ഒരു കുട്ടി കരയുന്നുണ്ടായി. എന്തിനാണ് നീ കരയുന്നത് എന്ന് പ്രവാചകൻ ചോദിക്കുകയുണ്ടായി. ആ കുട്ടി പറഞ്ഞു, എൻ്റെ പിതാവ് ഒരു യുദ്ധത്തിൽ പോയി അവിടെ മരണമടഞ്ഞിട്ടുണ്ട്. എനിക്ക് ഉമ്മയും ഇല്ല, എനിക്ക് വാപ്പയും ഇല്ല, ഞാൻ അനാഥനായി നിൽക്കുകയാണ്. ആ നിമിഷം തന്നെ പ്രവാചകന് അവന്റെ കൈ പിടിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവരോട് പറഞ്ഞു, ഇനി മുതൽ ഞാൻ നിന്റെ പിതാവും ആയിഷ നിന്റെ മാതാവുമായിരിക്കുമെന്ന്. അപ്പൊ ഇവിടെ ഒരു അനാഥത്വം പേറി നടക്കുന്ന ആളുകൾ, നമുക്കറിയാം അനാഥത്വം എന്നുള്ളത് മനുഷ്യനെ അത് അനുഭവിക്കുമ്പോൾ മാത്രം അറിയുന്ന ഏറ്റവും വലിയ ഒരു ദുരിതമാണ്. അവിടെ പ്രയാസപ്പെടുന്ന ആളുകൾ, ആ പ്രയാസപ്പെടുന്ന ആളുകളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അവിടെയാണ് അനാഥകളുടെ ധനം അപഹരിക്കുന്നത് ഏറ്റവും വലിയ തിന്മയായി ഇസ്ലാം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. മാത്രമല്ല, ഒരു സ്വഹാബി എന്ന് പറയുമ്പോൾ പ്രവാചകന്റെ കാലത്ത് ജീവിച്ച ഒരു വ്യക്തി, അവരെയാൾ സ്വഹാബത്ത് എന്ന് വിളിക്കുക. പ്രവാചകനോട് പോയി ചോദിക്കുകയുണ്ടായി, എൻ്റെ ഹൃദയം കാഠിന്യമാണ്, ഞാൻ ഒരുപാട് ആരാധനകൾ ചെയ്യുന്നു, നമസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, പക്ഷെ എൻ്റെ ഹൃദയം ഒരിക്കലും അലിഞ്ഞു പോകുന്നില്ല എന്ന് പറയും. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, നീ നിന്റെ അടുത്തുള്ള ഒരു അനാഥയെ മാറോട് ചേർത്ത് പിടിച്ച് അവന്റെ തലയിലൂടെ നീ തലോടുക, നിന്റെ ഹൃദയം അറിയാതെ അലിഞ്ഞു പോകുമെന്ന് പ്രവാചകർ പറയുകയുണ്ടായി. അപ്പൊ ഇങ്ങനെ ചേർത്ത് പിടിക്കലിലൂടെ ജീവിതത്തില് അവർക്ക് എല്ലാവരെയും കെയർ ചെയ്തുകൊണ്ട് അവരെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് ഒരു മതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വം എന്നുള്ളതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. മദീനയിലെ അഹ്ലു സുഫ എന്ന് പറയുന്ന പ്രവാചകന്റെ വീട്, പള്ളിക്കകത്തൊരു സ്ഥലമുണ്ട്. അവിടെ ധാരാളം പാവപ്പെട്ട ആളുകൾ മാനസിക വിഭ്രാന്തി കൊണ്ടും പട്ടിണി കൊണ്ടൊക്കെ വന്ന് കിടക്കുന്ന സ്ഥലമാണ്. അവിടെ വന്ന് നിൽക്കുന്ന ആളുകൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്. പ്രവാചകനെ അവിടെ പോയി അവരെ കാണും. അവർ പ്രയാസപ്പെടുമ്പോൾ പ്രവാചകന്റെ കയ്യിൽ എന്താണ് ഉള്ളത് അത് അവർക്ക് കൊടുക്കും. അത് പണമായും ഭക്ഷണമായും. അവരുടെ കയ്യിലില്ലെങ്കിൽ കയ്യിലുള്ളവരുടെ കയ്യിൽ നിന്നും അത് വാങ്ങിക്കൊടുക്കും. അങ്ങനെ അവരെ സന്തോഷിപ്പിക്കാന്, ഇപ്പൊ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഒരു മതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒന്ന് എന്നുള്ളതാണ്. നമ്മുടെ ആരാധനകൾ അള്ളാഹുവിനോട് ദൈവത്തോടൊക്കെ നമ്മൾ ആരാധനകൾ ചെയ്യുന്നുണ്ടെങ്കിലും തൻ്റെ ചുറ്റിലുമുള്ള ആളുകൾക്ക് അവരോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റിയില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം പൂർണ്ണമാവില്ല എന്നുള്ള. അപ്പൊ നമ്മുടെ വിശ്വാസവും മറ്റുള്ളവരുടെ കാരുണ്യവും അത് ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അതിലൂടെ മാത്രമാണ് മതത്തിന് വിജയിക്കാൻ കഴിയുള്ളൂ. അവിടെ ഏത് മത വിശ്വാസിയാണോ, ഏത് ജാതിക്കാരനോ എന്നുള്ള ചോദ്യമില്ല. മനുഷ്യരായി കൊണ്ട് മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ നമുക്ക് സാധിക്കുക എന്നതാണ് മതം ആദ്യമായി നമ്മോട് പറയുന്നത്. ഖുർആനിലൊരു വചനമുണ്ട്, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹല്ലു അലാ തുആമിൽ മിസ്കീൻ. ദീനിനെ കളവാക്കുന്ന തിന്മയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരുപാട് തിന്മകൾ ലോകത്തുണ്ട്. കവർച്ചയുണ്ട്, കൊലപാതകമുണ്ട്, അതുപോലെ മറ്റൊരുപാട് തിന്മകൾ ലോകത്തുണ്ട്. പക്ഷെ ദീനിനെ കളവാക്കുന്ന തിന്മ എന്ന് പറയുന്നത് അതിനേക്കാൾ അപ്പുറത്തേക്ക് പട്ടിണി പാവങ്ങളെ, അനാഥകളെ സംരക്ഷിക്കുന്നതിലും അനാഥകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനും പിന്തിരിയുന്നവർ, അതിന് പ്രോത്സാഹിപ്പിക്കാത്തവർ പോലും ആ തിന്മയുടെ ഉടമകളായി മാറുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്കിവിടെ നാം മനസ്സിലാക്കുന്നത് ഒരു ഇസ്ലാമിന്റെ ഒരു ജീവിത ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ ജനങ്ങളിൽ നിന്നും ഒളിച്ചോടുകയല്ല. ഒരു സന്യാസ ജീവിതമോ അല്ലെങ്കിലുള്ള ഇത്തരം
ഒരു സന്യാസം എന്ന് പറയുന്ന ഒളിച്ചോട്ടമല്ല, പക്ഷെ എങ്കിലും ഒരു ഇസ്ലാം പറയുന്നത് നമ്മുടെ പള്ളികളിൽ ഭജനം ഇരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ പള്ളിയിൽ ഭജനം ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ എമ്പത്തറ്റിക്കലായി ആരെങ്കിലും സഹായിക്കാൻ ഇറങ്ങിയാൽ അതാണ് പള്ളിയിൽ ഭജനം ഇരിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഒന്ന് എന്ന് ഇസ്ലാം വിവക്ഷിക്കുകയാണ്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഒരു സമൂഹത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഇൻക്ലൂസീവായി അവരുടെ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അപ്പൊ അവിടെ വിദ്യാഭ്യാസമുണ്ട്, അവിടെ സാമ്പത്തിക മേഖലയുണ്ട്, തൊഴിൽ മേഖലയുണ്ട്. ഇതിനൊക്കെ എങ്ങനെ പരിപോഷിപ്പിച്ചെടുക്കാം എന്നതിനെ കുറിച്ചൊക്കെ മതം വ്യക്തമായ ധാരണ കൂടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട മൂല്യങ്ങൾ, ഇന്ന് മൂല്യങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. ആ മൂല്യങ്ങള് നമുക്ക് പറഞ്ഞുകൊണ്ടാണ് ശ്രീ കരുണാകര സ്വാമിജി ശാന്തിഗിരിയുടെ എല്ലാ മേഖലയിലുമുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ ആ ചിന്തയിൽ നിന്നും ഉയർന്ന കാര്യങ്ങൾ, അത് വളരെയധികം സെക്യുലർ ആയിക്കൊണ്ട് നിരപേക്ഷ ബോധത്തോടു കൂടി എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ആർക്കും എന്നും വിശന്ന് വലയുന്നവന് വന്നു കയറാൻ ഒരിടം എന്ന നിലക്ക് അവിടെ ഭക്ഷണം കൊടുക്കുന്നു. അത് തന്നെയാണ് പ്രവാചകൻ പഠിപ്പിച്ചു എന്നത്. വിശക്കുന്നവന് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല, അവന് വിശ്വാസിയല്ല എന്ന് പറയുന്നത് തീർച്ചയായും അത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്നാണ്. അപ്പൊ അവിടെ മനുഷ്യന് നന്മ ആഗ്രഹിക്കുന്ന എല്ലാ മതവും ഇവിടെ അടിസ്ഥാനപരമായി മനുഷ്യന്റെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അകറ്റുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. ആരാധനകള് നമ്മെ ദൈവവുമായി അടുപ്പിക്കുന്നുവെങ്കിലും ആ അടുപ്പിക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ, മനുഷ്യനോടുള്ള ചില കടമ നിർവഹിച്ചാൽ മാത്രമാണ് ദൈവത്തോടുള്ള കടമ നിർവഹിക്കാൻ സാധിക്കൂ എന്നുള്ള ചിന്തയാണ് മനുഷ്യനുണ്ടാവേണ്ടത്. അപ്പൊ ലോകത്ത് ഇവിടെ സമാധാനം ഉണ്ടാവണം, ലോകത്ത് എല്ലാ നിലക്കും മനുഷ്യന് പട്ടിണി ഇല്ലാതാവണം. ഇന്ന് ഏറ്റവും കൂടുതൽ ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന ചലഞ്ച് എന്ന് പറയുന്നത് പോവർട്ടിയാണ്. സ്കാസിറ്റി ഓഫ് ഫുഡ് ഉണ്ട്. പട്ടിണിയെ എങ്ങനെ അകറ്റാം? അതിന് നമുക്ക് ഇസ്ലാമിന്റെ തത്വസംഹിത പ്രകാരം സക്കാത്ത്, അത് തീർച്ചയായും അത് നൽകേണ്ടവർ അത് അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ പരസ്പരം സഹായിച്ചുകൊണ്ടും പരസ്പരം സ്നേഹിച്ചുകൊണ്ടും ഇന്ന് സ്നേഹം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന, സഹിഷ്ണുത ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന, എല്ലാവരെയും സഹിഷ്ണുതയോട് കൂടി കാണാനും സ്നേഹത്തോടു കൂടി കാണാനും നമുക്ക് കഴിയേണ്ടത്. അതാണ് എല്ലാ മതവും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ രീതിയിൽ നമുക്ക് നമ്മുടെ ആധ്യാത്മികമായ ജീവിതം കൊണ്ടാണ് ലോകത്ത്, ആ സന്ദേശം കൊണ്ടാണ് ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മൂല്യാധിഷ്ഠിതമായ സമൂഹം ഉണ്ടായതും നവോത്ഥാനങ്ങളും ഉണ്ടായതും ഇങ്ങനെയുള്ള ആധ്യാത്മികമായ ഇടപെടൽ കൊണ്ടാണ് എന്നുള്ളത് നമുക്കറിയാം. അത് ഒരിക്കലും ആ ആത്മീയത വിടാതെ ലോകം ഏത് പുരോഗതി കൈവരിച്ചാലും ആ പുരോഗതിയിൽ ഒക്കെ നമുക്ക് ഇത്തരം ആധ്യാത്മികമായ ഇടപെടലിലൂടെ അടയാളപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ലോകത്തെ ഏറ്റവും എല്ലാ നല്ല മനുഷ്യർക്കും എല്ലാവർക്കും ഗുണമുണ്ടാവണം, എല്ലാവരുടെയും പ്രോസ്പെറിറ്റിയാണ് നാം സ്വപ്നം കാണേണ്ടതും അതിനുവേണ്ടി നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതും. അങ്ങനെ ആവട്ടെ നമ്മുടെ ജീവിതം, ആ സന്ദേശമാവട്ടെ ഇതിലൂടെ നമുക്ക് നൽകപ്പെടേണ്ടത് എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കാൻ അവസരം തന്ന ശാന്തിഗിരിയുടെ ഈ ടീമംഗങ്ങളോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തി എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. നന്ദി പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ. 1984 സന്യാസ ദീക്ഷ ലഭിച്ച സന്യാസ സംഘത്തിലെ അംഗങ്ങളുടെ നാൾവഴികൾ നമ്മളോട് പങ്കുവെക്കുന്നതിനായി ശാന്തിഗിരി ആത്മവിദ്യാലയം പ്രിൻസിപ്പൽ മെന്ററായ ഡോക്ടർ GR കിരൺ അവർകളെ ക്ഷണിക്കുന്നു. സദ്ഗുരുവേ ശരണം. നമ്മുടെ സർവസ്വമായ
പരമകാരുണ്യവാനായ ഗുരുവിന്റെ തൃപ്പാദ പത്മങ്ങളിൽ നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുവിന്റെ വത്സല ശിഷ്യപൂജിതയുടെ തൃപ്പാദ പത്മങ്ങളിൽ നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ആശ്രമം പ്രസിഡന്റ് സർവാദരണീയ സ്വാമി ചൈതന്യ ജ്ഞാന തപസ്വി, ആശ്രമം ജനറൽ സെക്രട്ടറി സർവാദരണീയ സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി, ഇത്രയും ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, സമാദരണീയ സ്വാമി അർച്ചിത് ജ്ഞാന തപസ്വി, മറ്റ് സമാദരണീയ ആദരണീയ സന്യാസി സന്യാസിനിമാർ, ബ്രഹ്മചാരിണി ജ്ഞാനപ്രിയ ആർ, ബ്രഹ്മചാരി സംഘമിത്രൻ എസ്, ബ്രഹ്മചാരിണി ശാന്തിപ്രിയ ആർ, ബ്രഹ്മചാരിണിമാർ, ശ്രീ സുനിൽ കുമാർ ജി, ശാന്തിഗിരി ആശ്രമം രക്ഷകർത്ത സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആത്മബന്ധുക്കളെ സാദര പ്രണാമം. പാണക്കാട് കുടുംബവുമായി ശാന്തിഗിരി ആശ്രമത്തിന്റെ ബന്ധം വളരെ ദൃഢമാണ്. ശാന്തിഗിരി ആശ്രമത്തിന്റെ എല്ലാ പ്രധാനപ്പെട്ട ഫംഗ്ഷനിലും പാണക്കാട് തങ്ങൾ ഫാമിലിയിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു അംഗമെങ്കിലും നിർബന്ധമായും നമ്മുടെ പരിപാടികളിൽ സംബന്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശാന്തിഗിരി ആശ്രമത്തിലെ സന്യാസിമാരെയും അവിടെ പാണക്കാട് തങ്ങൾമാർ ക്ഷണിക്കുകയും അവരുടെ പ്രസംഗങ്ങൾക്കായി ക്ഷണിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വലിയൊരു ബന്ധം ആ കുടുംബവുമായിട്ടുണ്ട്. അവർ നബിതിരുമേനിയുടെ താഴ്വരയിലൂടെ വന്നു ചേർന്ന ആൾക്കാരാണെന്നുള്ളതും അത് ഒരു യാദൃച്ഛികമായ കാര്യമല്ല. പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ അമേരിക്കയിലാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു പരിപാടിക്കായി പോയി അവിടെ നിൽക്കുന്ന ഒരു അവസരത്തിലാണ് നമ്മളോട് ഈ ഒരു റെക്കോർഡിങ് അയച്ച് തന്നത്. അത് ചോദിച്ചപ്പോൾ ഉടനെ തന്നെ അതിനായി തയ്യാറാവുകയും ഒരു 10-12 മണിക്കൂറിന്റെ ടൈം സോൺ വ്യത്യാസം ഉണ്ടായിട്ട് കൂടി ഇതിനായി തയ്യാറായതിന് അദ്ദേഹത്തോട് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഒപ്പം സന്യാസത്തിന്റെ വഴിയിൽ, ഇസ്ലാമിന്റെ രീതിയിൽ സന്യാസം എന്നുള്ള രീതിയില്ല എന്ന് നമുക്കറിയാം. പക്ഷെ കർമ്മമാണ് പ്രാധാന്യം എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഇതാണ് ശാന്തിഗിരി ആശ്രമത്തിലെ സന്യാസത്തിന്റെയും മുഖമുദ്ര എന്നുള്ളത് ഒരിക്കൽ കൂടി നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. ഗുരുവിന്റെ ഒരു കാരുണ്യമാണ് ഇതെല്ലാം. നമുക്ക് ഓരോ ദിവസവും ഈ മഹത്തുക്കളായ വ്യക്തികൾ പറയുന്നതിൽ നിന്നും ഗുരുവിന്റെ കാരുണ്യം എത്രത്തോളമാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നു എന്നുള്ളതാണ് സത്യം. നമ്മുടെ ആ ഗുരുവിൽ നിന്നും 40 വർഷം മുമ്പ് സന്യാസ ദീക്ഷ സ്വീകരിച്ച സന്യാസിനിമാരുടെ അനുഭവ ജീവിതത്തിൽ കൂടി നമ്മൾ നടത്തുന്ന യാത്രയുടെ 5ാം ദിവസമാണ് ഇന്ന്. കോട്ടയം സ്വദേശിയായ ശ്രീ ചന്ദ്രശേഖരൻ നായർ കാർത്തിയായനിയുടെ 3 മക്കളിൽ മൂത്ത മകളായിരുന്നു വിജയകുമാരി. വിജയകുമാരിക്ക് 1 വയസ്സ് തികയുന്നതിന് മുമ്പ് കുടുംബം ഇടുക്കിയിലേക്ക് താമസം മാറുകയുണ്ടായി. കുടുംബം തികഞ്ഞ കൃഷ്ണഭക്തരായിരുന്നു. മുത്തശ്ശി വിജയകുമാരിക്ക് ശ്രീകൃഷ്ണനെ കുറിച്ച് ധാരാളം കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ പെൺകുട്ടിയുടെ മനസ്സ് നിറയെ കൃഷ്ണഭക്തി നിറഞ്ഞു നിന്നു. കഥകളിൽ കേട്ട ഭക്തമീര, ഗോപസ്ത്രീകൾ, രാധ, സത്യഭാമ തുടങ്ങിയ കൃഷ്ണഭക്തരായ സ്ത്രീരത്നങ്ങളായിരുന്നു കുട്ടിയുടെ മനസ്സ് നിറയെ. അവളിടയ്ക്ക് ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ നോക്കി നിന്ന് ചോദിക്കും, എന്തേ കൃഷ്ണ, അങ്ങയോടൊപ്പം ജീവിക്കാൻ എനിക്ക് ഭാഗ്യം തന്നില്ല. കുട്ടിയുടെ അന്നത്തെ ഏറ്റവും വലിയ ആഗ്രഹം സ്വന്തമായ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം വേണമെന്നുള്ളതായിരുന്നു. കൃഷ്ണനെ പ്രാർത്ഥിച്ചും ആരാധിച്ചും ജീവിക്കണം. ഒരു ദിവസം രാത്രിയിൽ അവൾ കട്ടിലിൽ കിടക്കുകയാണ്. അന്ന് അവളുടെ മനസ്സിന് ചെറിയൊരു വിഷമമുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വിഷമിച്ചു കിടന്ന അവളുടെ മുറിയിൽ ഗോളാകൃതിയിലുള്ള ഒരു വലിയ പ്രകാശം പ്രത്യക്ഷപ്പെട്ടു. അത് മുകളിൽ നിന്ന് താഴേക്ക് വന്ന് അവളുടെ ഹൃദയഭാഗത്ത് വന്നു ചേർന്നു. പിന്നെ അവൾക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. ഉറക്കത്തിൽ വലിയ വലിയ ക്ഷേത്രങ്ങൾ, കോട്ടകൾ എന്നിവ അവൾക്ക് കാണാമായിരുന്നു. ഉണർന്നപ്പോൾ തിരുവനന്തപുരത്ത് പോകണമെന്നുള്ള ചിന്ത അവരുടെ മനസ്സിൽ എപ്പോഴും ഉണർന്നു വരുവാൻ തുടങ്ങി. തിരുവനന്തപുരത്ത് എവിടെയാണ്, എങ്ങനെ പോകണം, എന്തിനായി പോകണം എന്നൊന്നും അവൾക്കറിയില്ല. ഉത്തരം കിട്ടാത്ത ചോദ്യവുമായി അത് അവളുടെ മനസ്സിൽ അവശേഷിച്ചു. കുട്ടിക്ക് 11 വയസ്സായി. പരിചയക്കാരിയായ ഒരു സ്ത്രീ ഒരു ദിവസം അച്ഛനോട് പറഞ്ഞു, ഇവിടെ കല്ലാറ്റിൽ ഭാനു അമ്മാവിന്റെ വീടിനടുത്ത് ഒരു ചെറിയ ആശ്രമമുണ്ട്. അവിടെ ഒരു സ്വാമി വരുന്നുണ്ട്.
നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ പോകുന്നത് നല്ലതായിരിക്കും. അച്ഛൻ അങ്ങനെ ഗുരുവിനെ കാണാനായി ആശ്രമത്തിലെത്തി. അപ്പോൾ ഗുരു പറഞ്ഞു, നീ പോയി കുടുംബത്തെയും കൂട്ടി വാ. ഉടൻ തന്നെ അച്ഛൻ കുടുംബത്തെയും കൂട്ടി ആശ്രമത്തിലെത്തി. 1970 കാലഘട്ടമാണത്. അന്ന് ഗുരു കുടുംബത്തോട് ഒരുപാട് നേരം സംസാരിച്ചു. അവർ ആശ്രമത്തിൽ നിന്നും വീട്ടിൽ തിരിച്ചെത്തി. അതിനുശേഷം ഗുരു കല്ലാറ്റിലുള്ള എല്ലാ ദിവസവും വിജയകുമാരി ഗുരുവിനെ കാണാൻ അവിടെ ചെല്ലുക പതിവായി. ഗുരുവിനെ പിരിയാൻ കഴിയാത്ത ഒരു മാനസിക അവസ്ഥയിലേക്ക് കുട്ടി എത്തിച്ചേർന്നിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞു. വിജയകുമാരിയുടെ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞു. എനിക്ക് ഇനി ആശ്രമത്തിൽ ഗുരുവിന്റെ അടുത്ത് ചെന്ന് നിൽക്കണം എന്ന് അവൾ അച്ഛനോട് പറഞ്ഞു. നിനക്ക് എത്ര പഠിക്കണമോ അത്രയും പഠിച്ചിട്ട് ആശ്രമത്തിൽ നിൽക്കാം. പക്ഷേ അത് ഉൾക്കൊള്ളുവാൻ പെൺകുട്ടിക്ക് ആവുമായിരുന്നില്ല. അവൾ തന്റെ ആഗ്രഹം ഗുരുവിനെ അറിയിച്ചു. ഗുരു പറഞ്ഞു, ഞാൻ നിന്റെ അച്ഛനോട് സംസാരിക്കാം. ഗുരു അച്ഛനോട് സംസാരിച്ചു. ഗുരു പറഞ്ഞു, 10-20 ദിവസം അവളെ ആശ്രമത്തിൽ നിർത്തണം. എനിക്ക് അവൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനുണ്ട്. അപ്പോൾ 1975 കാലഘട്ടമായി. അന്ന് ഗുരുവിന്റെ വാക്കനുസരിച്ച് അച്ഛൻ വിജയകുമാരിയെ ആശ്രമത്തിൽ കൊണ്ടു നിർത്തി. ആശ്രമ ജീവിതം ആരംഭിച്ച വിജയകുമാരിക്ക് പിന്നീട് തിരിച്ചു വീട്ടിലേക്ക് പോകുവാൻ മനസ്സ് വന്നില്ല. എന്നെ ഒരിക്കലും അവിടുത്തെ സന്നിധിയിൽ നിന്ന് വിട്ടുപോകാതെ കാക്കണേ എന്ന് അവർ സദാ ഗുരുവിനോട് പ്രാർത്ഥിച്ചു. ആശ്രമകർമ്മങ്ങളും പ്രാർത്ഥനയുമായി വർഷങ്ങൾ കടന്നുപോയി. 1984 പ്രഥമ സന്യാസ ദീക്ഷാ വേളയിൽ ഗുരുവിൽ നിന്നും സന്യാസ ദീക്ഷ സ്വീകരിച്ച് വിജയകുമാരി ജനനി വിജയ ജ്ഞാന തപസ്വിനിയായി. ശാന്തിഗിരി ആശ്രമത്തിന്റെ കല്ലാർ, എറണാകുളം എന്നീ ബ്രാഞ്ചാശ്രമങ്ങളിൽ സർവാദരണീയ ജന്നി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗുരുവിന്റെ ജന്മഗൃഹത്തിന്റെ ചുമതല വഹിച്ചു വരുന്നു. സർവാദരണീയ ജന്നി വിജയ ജ്ഞാന തപസ്വിനിക്ക് ഗുരുവിന്റെ കൃപാകടാക്ഷങ്ങൾ എന്നും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വക്കം വല്ലിച്ചൻ മണക്കാട് വീട്ടിൽ ശ്രീ രഘുവരൻ വസുമതി ദമ്പതികളുടെ മകൾ ആയിട്ടാണ് ഗീത എന്ന പെൺകുട്ടിയുടെ ജനനം. 1962 ഗീത ആദ്യമായി ഗുരുവിനെ കാണുന്നത്. തുടർന്ന് ഗീതയും കുടുംബവും ആശ്രമത്തിലെ നിത്യ സന്ദർശകരായി. സ്കൂളിലെ വെക്കേഷൻ സമയമൊക്കെ ഗീത ആശ്രമത്തിൽ ഗുരുവിന്റെ അടുത്ത് വന്ന് നിൽക്കുമായിരുന്നു. 1975 ഡിഗ്രി പരീക്ഷ എഴുതി കഴിഞ്ഞ് അന്നു തന്നെ ഗീത ഇനി തനിക്ക് ആശ്രമത്തിൽ ഗുരുവിനോടൊത്ത് സ്ഥിരമായി താമസിക്കണമെന്ന ആഗ്രഹം വീട്ടിൽ അറിയിച്ചു. വീട്ടുകാരുടെ അനുവാദത്തോടെ ആശ്രമത്തിലെത്തിയ ഗീത പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു പോയില്ല. അന്ന് ഓരോ കർമ്മ മേഖലകളെക്കുറിച്ചും ഗുരു ഗീതയെ പഠിപ്പിച്ചു. ചെറിയ കർമ്മങ്ങൾ മുതൽ വലിയ കർമ്മങ്ങൾ വരെ ഓരോ കാര്യവും ഗുരു ഗീതയെ പരിശീലിപ്പിച്ചു. അന്ന് ഗുരു സംസാരിക്കുന്ന സമയത്ത് ഗുരുവാണികൾ എഴുതിയെടുക്കുവാനുള്ള ചുമതല ഗീതയ്ക്കായിരുന്നു. കൂടാതെ ഹോമിയോപ്പതി പ്രൈവറ്റായി പഠിക്കുന്നതിന് ഗുരു അനുവാദം നൽകുകയും ചെയ്തു. അതും ആശ്രമത്തിൽ വെച്ച് തന്നെ അത് പഠിക്കുവാനുള്ള അവസരം ഗുരു അവർക്ക് ഒരുക്കി കൊടുക്കുകയും ചെയ്തിരുന്നു. 1984 പ്രഥമ സന്യാസി ദീക്ഷാ വേളയിൽ ഗുരുവിൽ നിന്നും ദീക്ഷ ഏറ്റുവാങ്ങിയ 31 പേരിൽ ഒരാളായി ഗീതയും ഉണ്ടായിരുന്നു. ഗീത ഗുരുവിൽ നിന്നും ദീക്ഷാനാമം സ്വീകരിച്ച് ജനനി അമല ജ്ഞാന തപസ്വിനി ആയി. സർവാദരണീയ ജന്നി അമല ജ്ഞാന തപസ്വിനി ആശ്രമകർമ്മങ്ങളും പ്രാർത്ഥനയുമായി കഴിഞ്ഞ 40 വർഷങ്ങളായി മുന്നോട്ട് പോകുന്നു. സർവാദരണീയ ജന്നിക്ക് ഗുരുവിന്റെ കാരുണ്യം എന്നും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ശാന്തിഗിരിയിലെ സന്യാസം തികച്ചും വ്യത്യസ്തമായ ഒരു കർമ്മമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വ്യക്തികളെ മാത്രമല്ല, കുടുംബത്തിനും ഗോത്രത്തിനും കുലത്തിനും നാടിനും മാനവരാശിയുടെ മൊത്തമായുമുള്ള ശുദ്ധീകരണത്തിനായി നടത്തുന്ന ഒരു മഹത്തായ കർമ്മമാണിത്. സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സാമൂഹിക പ്രശ്നങ്ങൾ ഇടപെട്ട് പ്രവർത്തിക്കുന്നതാണ് ശാന്തിഗിരി ആശ്രമത്തിലെ സന്യാസം. നേരത്തെ മുനവർ തങ്ങൾ പറഞ്ഞതുപോലെ ഇത് പ്രാർത്ഥനയും കർമ്മവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു വഴി. ആ സാമൂഹിക പ്രശ്നങ്ങൾ ഇടപെട്ട് പ്രവർത്തിക്കുന്നത്, അതിലൂടെ സന്യാസത്തിന്റെ നിഷ്ഠയും അതിനൊപ്പം അനുഭവപ്പെടുന്ന നോവിലൂടെയുള്ള നന്മയും മോക്ഷവും. ഇതിന്റെ അടിസ്ഥാനമായി നിൽക്കുന്നത് ഗുരുവിന്റെ ത്യാഗവും സ്നേഹവുമാണ് എന്ന കാര്യം നാം പ്രാർത്ഥനയോടെ ഓർക്കുകയാണ്.
ആദ്യ തെറ്റിന്റെ ദോഷം ഗുരു തന്റെ ജന്മാന്തരങ്ങളിലൂടെ നേടിയ സഞ്ചിത പുണ്യം മാനവരാശിക്കായി ത്യാഗം ചെയ്ത് നിവർത്തിച്ചതാണ്. മഹത്തായ ത്യാഗത്തിന്റെ വെളിച്ചമാണ്. അതാണ് ശാന്തിഗിരിയിലെ സന്യാസത്തിന്റെയും ഗൃഹസ്ഥാശ്രമ ജീവിതത്തിന്റെയും ഒക്കെ അടിസ്ഥാന ശില. ശിഷ്യപൂജിത നമ്മളെ ഓർമ്മിപ്പിച്ച ഒരു ഭാഗം ഞാൻ ഈ അവസരത്തിൽ എടുത്ത് വായിക്കുകയാണ്. രാവിലെ ഉണർന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നത് വരെയുള്ള സമയത്തിനുള്ളിൽ മനസ്സുകൊണ്ട് ദൈവത്തെ സ്മരിക്കുകയും നന്മ ആഗ്രഹിക്കുകയും ചെയ്യുമെങ്കിലും കർമ്മം കൊണ്ട് നിങ്ങൾ എത്രമാത്രം ദൈവത്തോട് അടുക്കുന്നു എന്ന് സ്വയം വിചിന്തനം ചെയ്യേണ്ടതാണ്. ആദ്യ തെറ്റിന്റെ തിരുത്തിനായി 25 ചതുർയുഗങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ബ്രഹ്മനിയോഗത്താൽ ജന്മമെടുത്ത നമ്മുടെ ഗുരു ആ തെറ്റ് തിരുത്തി കാലധർമ്മം പുനഃസ്ഥാപിച്ചു. അങ്ങനെ ബ്രഹ്മപ്രകാശവും മനുഷ്യനും തമ്മിൽ അറ്റുപോയ പാരസ്പര്യം വീണ്ടെടുത്തത്, മനുഷ്യനെ അവന്റെ ആത്മീയ ഭൗതിക ജീവിതത്തിൽ മാർഗദർശനം ചെയ്ത് സത്യദർശനത്തിന് അവകാശിയാക്കാനുള്ള ധർമ്മവും കർമ്മവുമാണ് ഗുരു നമുക്ക് തന്നിരിക്കുന്നത്. പരമ്പരയിലെ ഓരോ വിശ്വാസിയും എൻ്റെ ജീവിതം അതിനനുസരിച്ച് നയിച്ചില്ലെങ്കിൽ കർമ്മം കൊണ്ട് നാം ഗുരുവിൽ നിന്നും ദൈവത്തിൽ നിന്നും അകന്നു പോവുകയും പ്രകൃതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യും. മനസ്സുകൊണ്ട് സദാ ഗുരുവിനെ സ്മരിക്കുകയും പ്രവൃത്തി കൊണ്ട് ഗുരു കാട്ടിത്തന്ന മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് ജീവിക്കുകയും ചെയ്താൽ സകല മഹാത്മാക്കളും വീണുപോയിടത്ത് ഗുരു പൂർത്തീകരിച്ച സത്യസാക്ഷാത്കാരത്തിന്റെ പാത സ്ഥാപിച്ചെടുക്കാൻ കഴിയാത്ത ദുരന്ത അനുഭവം ലോകത്തിൽ വീണ്ടും വന്നു ചേരും. ധർമ്മം വിടാതെ ചെയ്യുന്ന സകല കർമ്മങ്ങളും ദൈവത്തിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളാണെന്നും അത് ജീവമുക്തിക്ക് വഴി തെളിയിക്കുമെന്നുള്ള സത്യം വെളിപ്പെടുത്തുന്ന ഒന്നാണ് മഹാഭാരതത്തിലെ വ്യാസന്റെ കഥ. ഇറച്ചിവെട്ട് മുതൽ മാതാപിതാക്കളുടെ ശുശ്രൂഷ വരെയുള്ള ദൈനംദിന ജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങളും ധർമ്മബോധത്തോടുകൂടി ചെയ്യുക വഴി ജീവന് മോക്ഷം കിട്ടിയ വ്യാസന്റെ അനുഭവം ഏതൊരു കർമ്മവും ശ്രേഷ്ഠമാകുന്നത് ഏത് ഭാവന കൊടുത്ത് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ബോധ്യമാക്കുന്നതാണ്. ഒരു ഗൃഹസ്ഥാശ്രമി തൻ്റെ പഞ്ചധർമ്മങ്ങൾക്കനുസരിച്ച് ജീവിച്ചാൽ ചെറിയ അവസ്ഥയിലേക്ക് പോകുന്ന സന്യാസിയെ പോലെയെങ്കിലും വരാം. കാലധർമ്മം തെറ്റിച്ചുള്ള ആരാധനാ സമ്പ്രദായങ്ങളിൽ നിന്നും ഒരു സമൂഹത്തെ കാലധർമാനുസാരിയായ ബ്രഹ്മസങ്കല്പത്തിൽ അധിഷ്ഠിതമായ ഏകദൈവ ആരാധനയിലേക്ക് ഗുരു കൈപിടിച്ച് നടത്തുകയാണ്. ജീവനെ സകല സൂക്ഷ്മ ശക്തികളുടെയും സ്വാധീനത്തിൽ നിന്നും മോചിപ്പിച്ച് ഗുരുമാർഗത്തിൽ ജീവിച്ച് വീടിന്റെയും നാടിന്റെയും ദോഷങ്ങൾ മാറ്റിയെടുക്കുവാനുള്ള വഴി ഗുരു നമുക്ക് കാട്ടിത്തന്നിരിക്കുന്നു. ഇത് മനസ്സിലാക്കി ജീവിത കാഴ്ചപ്പാടും ജീവിത വൃത്തിയും ഗുരുവിന്റെ ആശയത്തിനനുസരിച്ച് മാറ്റിയെടുക്കുകയും ഗുരുവിന്റെ വാക്കിനനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ മാത്രമേ ദൈവകാരുണ്യം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ അങ്ങനെ എന്നും ചെയ്യുമെന്ന് ഉറപ്പ് വരുത്തണം. ഞാൻ ഇങ്ങനെ ജീവിക്കുമെന്ന് ഒരു ആത്മസമർപ്പണമല്ല, അത് കർമ്മത്തിൽ എങ്ങനെ വരുന്നു അതിനെ വിലയിരുത്തുക. നമുക്ക് ഗുരുനിശ്ചയപ്രകാരം ഗുരുവിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും അത് കർമ്മത്തിൽ കൊണ്ടുവരുവാനും നമുക്ക് എല്ലാവർക്കും കഴിയുമാറാകട്ടെ എന്നും അതിനായി ഗുരുവിന്റെ കാരുണ്യം നമ്മുടെ മേൽ എല്ലാവരിലും ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുവിന്റെ തൃപ്പാദ പത്മങ്ങളിൽ സമർപ്പിക്കുന്നു. സദ്ഗുരുവേ ശരണം. സർ, കൃതജ്ഞതയ്ക്കായി ശ്രീ സുനിൽ കുമാർ ജി അവർകളെ ക്ഷണിക്കുന്നു. ഗുരുവേ ശരണം. പരമകാരുണ്യവാനായ ഗുരുവിന്റെ പാതാരവിന്ദങ്ങളിൽ നമിച്ചുകൊണ്ട് അഭിവന്ദ്യ ശിഷ്യപൂജിതയെ പ്രാർത്ഥിച്ചുകൊണ്ട് സന്യാസ ദീക്ഷയുടെ 40ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന സത്സംഗത്തിന്റെ 6ാം ദിവസമായ ഇന്ന് കൃതജ്ഞ രേഖപ്പെടുത്താൻ കിട്ടിയ അവസരം ഗുരുകാരുണ്യമായി കരുതുന്നു, പ്രാർത്ഥിക്കുന്നു. ആമുഖമായി ഗുരുവിന്റെ പ്രസക്തമായ ഒരു ഗുരുവാണി ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ എന്നെ ഏൽപ്പിച്ച കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. വീടിന്റെയും നാടിന്റെയും ദോഷം മാറുന്ന കർമ്മം. ഒരു സന്യാസി ഫലപ്രാപ്തിയിലെത്തുന്നത് അയാളുടെ പ്രയത്നശീലവും ത്യാഗവും കൊണ്ടാണ്. ഹിന്ദുക്കൾ എന്നല്ല, മനുഷ്യരെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത്. ഈ ത്യാഗമുള്ള അല്ലെങ്കിൽ ഒരു ഗുരുപരമ്പരയിൽപ്പെട്ട ഒരാളായാലും ശരി, ഒരു സ്ഥലത്തോ ഒരു വീടിനകത്തോ ഒരു പുരയിടത്തിലോ കാലെടുത്ത് വെക്കുമ്പോൾ എന്താണോ ഇവിടെ സംഭവിക്കേണ്ടത്, എന്റെ ത്യാഗത്തിൽപ്പെട്ട ഒരു രംഗം അവർക്ക് ഉണ്ടാകണം എന്ന് തോന്നും.
ത്യാഗിയാണെങ്കിലേ അങ്ങനെ തോന്നാറുള്ളൂ, അല്ലാത്തവർക്ക് അങ്ങനെ തോന്നുകയില്ല. അവർ ചെല്ലുന്നിടത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് വലിക്കാനേ നോക്കൂ. മൊത്തത്തിൽ മനുഷ്യന്റെ അറിവ് അങ്ങനെയാണ്. ത്യാഗിക്ക് അങ്ങനെയല്ല. അവന് സ്വന്തമായി ഒന്ന് സമ്പാദിക്കണമെന്നോ അവന്റെ ജീവന്റെ പുണ്യമൊഴിച്ച് മറ്റൊരു ആഗ്രഹമോ അവന് ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെ അനവധി കാലങ്ങൾ ജീവിച്ച് പല ജന്മങ്ങളെടുത്ത് ഈ തപോബലങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ജ്ഞാനത്തിലെത്തും. ജ്ഞാനത്തിലെത്തിയിട്ടേ വരുന്നതാണ് ഗുരുവായിട്ട്. ജ്ഞാനി ജനിക്കുമ്പോൾ ജ്ഞാനവഴിയിൽ യാതൊന്നും അറിയാതെയായിരിക്കും ജനിക്കുക. ജനിച്ചു വളർന്നു കഴിഞ്ഞാൽ ഒരു പ്രസ്ഥാനമോ മറ്റെന്തെങ്കിലുമോ അവൻ ഉണ്ടാക്കിയിരിക്കും. അവിടെ മുതൽ വീണ്ടും പ്രവർത്തനം തുടങ്ങുകയായി. ഈ പ്രവർത്തനമാണ് ലോകനന്മയ്ക്കായി ബ്രഹ്മനിശ്ചയമാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള പ്രവർത്തകൻ അല്ലെങ്കിൽ അതിന്റെ ഗുരുപരമ്പര എവിടെ ചെന്നാലും വഴിയെ നടന്നാലും എവിടെ നടന്നാലും വീടിന്റെയും നാടിന്റെയും എവിടെ എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചുകൊണ്ടേ നടക്കൂ. ഒരു ചിന്തകനോ ഒരു എഴുത്തുകാരനോ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് നടക്കുന്നതിനിടയിൽ അവനെ അവിടുത്തെ മാതൃക പിടികിട്ടും. സന്യാസി അല്ലെങ്കിൽ ജ്ഞാനിയാവുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അവൻ മാതൃകയല്ല നോക്കുന്നത്, ഇവിടുത്തെ ആദ്യകാലം എങ്ങനെ, അതിന്റെ മാധ്യമമായിട്ട് ജനങ്ങൾ എന്ത് സ്വീകരിച്ചിരിക്കുന്നു, ഈ നാടിന്റെ സ്വഭാവം എന്തേ, രാജ്യത്തിന് എന്ത് സംഭവിച്ചിരിക്കുന്നു, ഇനി മേലിൽ എന്ത് വരാൻ പോകുന്നു, ഇത്രയും ചിന്തിക്കും. എന്നിട്ട് എന്തെങ്കിലും അവിടെ ചെയ്യാവുന്നതാണെങ്കിൽ അവന്റെ സങ്കല്പം കൊണ്ട് ചെയ്യും. അങ്ങനെയുള്ള ഗുരുക്കന്മാർ വല്ല കാലത്തിലും ഒരിക്കൽ മാത്രമേ വരികയുള്ളൂ. ഗുരുവേ ശരണം. ഗുരുവേ ആദ്യമായി ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സർവാധരണി സ്വാമി ഗുരുജ്ഞാന തപസി അദ്ദേഹത്തിന് ഗുരുനാമത്തിൽ കൃതജ്ഞത അറിയിക്കുന്നു. പിന്നീട് ആശ്രമം പ്രസിഡന്റ് സർവാധരണി സ്വാമി ചൈതന്യജ്ഞാന തപസിക്ക് ഗുരുനാമത്തിൽ കൃതജ്ഞത അറിയിക്കുന്നു. ഈ സത്സംഗത്തിൽ പ്രാർത്ഥന നടത്തിയ ആദരണീയ സ്വാമി അർച്ചിജ്ഞാന തപസിക്ക് ഗുരുനാമത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ ഏറെ ബഹുമാനീയനായ ആദരണീയ പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ, അദ്ദേഹം ഇസ്ലാം മതത്തിൽ പറയുന്ന പല കാര്യങ്ങളും ശാന്തിഗിരിയുടെ പ്രവർത്തനങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ളതാണെന്നും ലോക സമാധാനത്തിന് വേണ്ടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണമെന്നും ഉത്ബോധിപ്പിച്ചു. അദ്ദേഹത്തിന് ഗുരുകാരണത്തിൽ കൃതജ്ഞ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി ഈ സത്സംഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ശാന്തിഗിരി ആത്മവിദ്യാലയം പ്രിൻസിപ്പൽ മെന്റർ ഡോക്ടർ കിരൺ ജി ആർ സാറിനെ, അദ്ദേഹം സന്യാസ ദീക്ഷയുടെ നാൾവഴികളെ കുറിച്ച് വളരെ അർത്ഥപൂർണമായി നമ്മളോട് സംസാരിച്ചു. അദ്ദേഹത്തിനും ഗുരുനാമത്തിൽ കൃതജ്ഞ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഗുരുപാദ വന്ദനം ആലപിച്ച ബ്രഹ്മചാരി സംഘമിത്രനെ ഗുരുനാമത്തിൽ കൃതജ്ഞ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഗുരുവാണി വായിച്ച ബ്രഹ്മചാരിണി ശാന്തിപ്രിയ ആറിനെ ഗുരുനാമത്തിൽ കൃതജ്ഞ രേഖപ്പെടുത്തുന്നു. ഈ സത്സംഗത്തിൽ കോമ്പയറിംഗ് നടത്തിയ ബ്രഹ്മചാരിണി ജനപ്രിയയ്ക്ക് ഗുരുനാമത്തിൽ കൃതജ്ഞ രേഖപ്പെടുത്തുന്നു. ഈ സത്സംഗത്തിൽ പങ്കെടുത്ത ശാന്തിഗിരി ആശ്രമം രക്ഷകർത്തൃ സമിതി അംഗങ്ങൾക്കും മറ്റെല്ലാ ആത്മബന്ധുക്കൾക്കും ഗുരുനാമത്തിൽ കൃതജ്ഞ രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഗുരുനാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സദ്ഗുരുവേ ശരണം. ശ്രീ സുനിൽകുമാർ ജി അവർക്ക് നന്ദി അറിയിക്കുന്നു. 40ാം സന്യാസ ദീക്ഷ വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന സത്സംഗം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി സമാദരണീയ സ്വാമി അർച്ചിജ്ഞാന തപസ്വിയെ ക്ഷണിക്കുന്നു. ഓം ശ്രീ കരുണാകര ഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. എല്ലാവിധ ദേവപരമ്പരയും എല്ലാവിധ ദേവീ പരമ്പരയും എല്ലാവിധ ഋഷി പരമ്പരയും എല്ലാവിധ ഗുരു പരമ്പരയും സകലതും എൻ്റെ ഗുരുവിൻ്റെ പരമ്പരയെ വന്ന് ലയിച്ചിട്ട് ഈ ഒരു സൗരയൂഥത്തിന്റെ കർമ്മശേഷി മൊത്തം ഗുരുവിൻ്റെതായ ശക്തിപ്പെട്ട് സകലത്തിലും പ്രവർത്തിക്കട്ടെ എന്ന് ബ്രഹ്മത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു.